ഹലോ, ഇന്നൊരു വിശേഷമുണ്ട്. അപ്പൊ നമുക്ക് പോവാം. നമ്മുടെ യൂബർ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് കേറാല്ലേ? നമ്മൾ ഇവിടുന്ന് വൈറ്റിലേക്കാട്ടോ പോകുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് പോവാം അല്ലേ? ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാന്ന് അറിയില്ല. റോഡിലൊക്കെ ഫുള്ള് ചളിയും വെള്ളമൊക്കെയാണ്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. ഞാൻ വിചാരിച്ചത് ഞങ്ങൾക്ക് പോവാനായിട്ട് പറ്റത്തില്ല എന്നാണ്. അപ്പൊ ദേ ഞങ്ങൾ വൈറ്റിൽ എത്താനായിട്ടോ. ഞങ്ങൾ ബസ്സിന് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ബസ് വന്നാലും സീറ്റ് കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഞങ്ങൾക്ക് കൊല്ലം വരെ എത്താനുള്ളതാ. നോർമലി ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടാണ് പോവാറ്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സീറ്റ് കിട്ടുമെന്ന് നോക്കാം. ദേ വൈറ്റില ഹബിനുള്ളിലും മഴ പെയ്തതിന്റെ വെള്ളം താഴേക്ക് വരുന്നുണ്ട്. ആകെ ഇവിടെ ചളിയായിട്ട് കിടക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ സ്പ്രൈറ്റും പിന്നെ വേറെ എന്തെങ്കിലും സ്നാക്സും മേടിക്കണമായിരുന്നു. ഞങ്ങൾ ഹബിനുള്ളിലുള്ള ഒരു സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ എന്താ മേടിക്കേണ്ടതെന്ന് നോക്കുകയാണ്. ഇവിടെ പഴയ പണ്ടത്തെ മിഠായിസ് ഒക്കെ ഒരുപാടുണ്ട്. ഇവിടെ സ്നാക്സ് മാത്രമല്ല, ഇവിടെ അപ്പം, ദോശ, ഇടിയപ്പം ഇതൊക്കെ കിട്ടുമെന്നാണ് ബോർഡിൽ എഴുതി വെച്ചേക്കണേ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി എന്താ മേടിക്കേണ്ടതെന്ന്. ആദ്യം ഒരു ബോട്ടിൽ സ്പ്രൈറ്റും ഡയറി മിൽക്കുമാണ് ആ ചേട്ടനോട് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ ചേട്ടൻ ഡയറി മിൽക്ക് എടുക്കാനായിട്ട് പോയേക്കാണ്. നോർമൽ ഡയറി മിൽക്ക് കൊണ്ടുവന്നപ്പോ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവള് സിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ദേ ഇപ്പൊ സിൽക്ക് എടുക്കണേണ്. അങ്ങനെ സിൽക്ക് കൺഫേം ചെയ്തു. അപ്പൊ ഇത് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കൊല്ലം ട്രിവാൻഡ്രം ബസ് ഒന്നും ഇവിടെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ ബസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ ദേ ഒരു ബസ് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം ബസ്സാണ്. ഞങ്ങൾ ഇനി കൊല്ലം ടിക്കറ്റ് എടുക്കും. എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേ ഞങ്ങൾ പോവാട്ടോ. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. നോർമലി എല്ലാവരും ബസ് യാത്ര ചെയ്യുന്ന പോലെ വിൻഡോ സീറ്റിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര പോകാനായിട്ട് നല്ല ഭംഗിയാണ്. അതും ഈ മഴയുള്ള സമയത്ത്. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. ഇനി എപ്പോഴും അവിടെ എത്താന്ന് പോലും അറിയത്തില്ല. ഇത് ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടോ. ആലപ്പുഴയിൽ ബോട്ടൊക്കെ കണ്ടിട്ട് പോവാണ്. ഇപ്പൊ എന്തായാലും അവിടെ മഴയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും ഇതുപോലെ ഹൗസ് ബോട്ടൊക്കെ കാണണമെങ്കിൽ ആലപ്പുഴ തന്നെ വരണം. അങ്ങനെ ബസ്സിനുള്ളിലെ കുറെ നേരത്തെ കുത്തിയിരിപ്പിന് ശേഷം ഞങ്ങൾ കൊല്ലത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. മഴയും ബ്ലോക്കും കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആണ്. എന്താണെങ്കിലും ഫുഡ് കൂടെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് കയറി. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ. 2 ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ബസ്സിൽ ഇത്രയധികം മണിക്കൂർ യാത്ര ചെയ്യുന്നത്. അത് കാരണം നല്ല ടയർഡാണ്. അപ്പൊ ദേ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. സാധാരണ എറണാകുളത്തുള്ള ബിരിയാണികൾക്കൊന്നും ഈ പപ്പടം കൊടുക്കാറില്ല. നമ്മൾ ട്രിവാൻഡ്രംകാരും കൊല്ലംകാരും ഒക്കെയാണ് പപ്പടവും മുട്ടയൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ എന്തോ മുട്ട കിട്ടിയിട്ടില്ല, പപ്പടം മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ദേ സാലഡും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. 2 പീസ് ചിക്കനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഫ്രൈ ചെയ്ത പീസാണ് അവർ കറി ആക്കിയേക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ. അപ്പൊ ദേ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോ കൊല്ലം പ്രസ് ക്ലബിലേക്ക് പോവാട്ടോ. വേറെ ഒന്നുമല്ല, എനിക്കൊരു അവാർഡ് ഉണ്ട്. എഴുത്തുകാരുടെ അവാർഡാണ്. ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. അപ്പൊ ദേ പ്രസ് ക്ലബ്ബ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോഗ്രാം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇച്ചിരി ഡിലേ ആയിപ്പോയി. എന്താണെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഒക്കെ സംസാരിക്കും കേട്ടോ. എഴുത്തുകാരുടെ കൂട്ടായ്മയായിട്ടുള്ള റൈറ്റേഴ്സ് ഹഡിന്റെ പ്രോഗ്രാം ആട്ടോ ഈ നടക്കുന്നത്. റൈറ്റേഴ്സ് ഹഡിന്റെ 3ാമത്തെ പ്രോഗ്രാമാണ് ഈ നടക്കുന്നത്. 3 പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മഹത്തായ ഒരു കാവ്യകൃതിയായി വീണപ്പൂമാർ. ഇതിലെ ഓരോ കവിതകൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ എഴുത്തുകാർ, അവരുടെ ഇന്നത്തെ ഈ പുസ്തകത്തിലെ കവിതകളെ ഒന്നുകൂടി വായനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് പുതിയ പുതിയ കവിതകൾ എഴുതുവാൻ അവർ കഴിയട്ടെ. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും റൈറ്റേഴ്സ് ഹട്ടിന് എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡാണ് കേട്ടോ. അവരുടെ 3ാമത്തെ അവാർഡാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഈ അവാർഡ് മേടിക്കുമ്പോൾ. മൊമെന്റോ മാത്രമല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്, എന്റെ സർട്ടിഫിക്കറ്റ് അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും എന്റെ കവിത വന്ന ബുക്കും പിന്നെ എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്ക് മാർക്കുമാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അവർ ചായയും സ്നാക്സ് ഒക്കെ കൊടുത്തു തുടങ്ങി. പക്ഷെ നമുക്കത് കഴിച്ചിരിക്കാനുള്ള ടൈമില്ല. നമുക്ക് എറണാകുളം വരെ എത്താനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. എനിവേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവാർഡ് കിട്ടിയതിൽ മാത്രമല്ല, നമ്മുടെ റൈറ്റേഴ്സ് ഹഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നന്ദു ചേട്ടനെയൊക്കെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മുടെ പഴയ എഴുത്തുകാരൊന്നും ഈ പ്രോഗ്രാമിൽ ഇല്ലായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളിത് തിരികെ ഇറങ്ങും കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മൾ കൊല്ലം ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ പോകുന്നത്. എന്തായാലും ഓട്ടോ തന്നെ വേണം. നമ്മളിത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഡയറക്റ്റ് എറണാകുളം ബസ് കിട്ടണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ആലപ്പുഴ ബസ്സാണ് കിട്ടിയത്. അപ്പൊ എന്തായാലും കൊല്ലത്ത് നിന്ന് ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആലപ്പുഴ ബസ്സിൽ കയറി. അപ്പൊ ഞങ്ങൾ പോവാട്ടോ. എന്തായാലും നല്ല മഴ പെയ്യും. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പുറമേക്ക് നല്ല മഴയാണ്. ഞങ്ങൾ ഇതുവരെ ആലപ്പുഴ എത്തിയിട്ടില്ല കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ ആലപ്പുഴ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. യാത്ര കാരണം വയറൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ഉപ്പ് സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ദേ വൈറ്റിലെ ബസ്സിന് കാത്തിരിക്കുകയാണ്. അങ്ങനെ ദേ ലാസ്റ്റ് വൈറ്റിലേക്കുള്ള ബസ്സും വന്നിട്ടുണ്ട്. ഞങ്ങളത് കയറി. ഞങ്ങളിപ്പോൾ ദേ വൈറ്റിലെ ഹബ്ബിൽ എത്താനായിട്ടോ. സമയം എന്തായാലും 9:30 കഴിഞ്ഞു. ഇനി റൂമിൽ എത്തുമ്പോൾ 10:30-11 മണിക്കുള്ളിലാവും. ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിന് പുറത്തേക്ക് നടക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡ് പാഴ്സലായിട്ട് മേടിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട്. ഹബ്ബിനടുത്തുള്ള പെട്രോൾ പമ്പാണിത്. ഫുള്ള് ക്യൂവാ. ഞങ്ങളിപ്പോൾ ഉപ്പും മുളകും ഹോട്ടലിൽ ലക്ഷ്യമാക്കി നടക്കുക കേട്ടോ. ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. യാത്ര ചെയ്തതിന്റെ നല്ല ടയേർഡ് ഉണ്ട്. എത്രയും വേഗം റൂമിലെത്തിക്കൊണ്ട് കിടന്നാൽ മതി എന്ന ചിന്തയില്ല. അപ്പോൾ ദേ ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി യൂബർ ബുക്ക് ചെയ്തിട്ട് പോവാട്ടോ. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ. ബൈ.